നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. എംപ്ലോയീസ് കോർഡിനേഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ പാർലമെന്റ് സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. വഴിത്തല ശാന്തിഗിരി ആശ്രമ ദേവാലയത്തിന്റെ കൂദാശ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിച്ചു. അറക്കുളം പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ബാലസഭ വൈസ് പ്രസിഡന്റ് ടോമി കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കുടയത്തൂർ വയനക്കാവ് പാലം നിർമ്മാണം പൂർത്തിയായി. കുടയത്തൂർ പതിയാരത്ത് രാഘവൻ ജാനകിയമ്മ ദമ്പതികൾ വിവാഹത്തിന്റെ 75-ാം വാർഷിക നിറവിൽ. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ എന്ന് പറയുന്നത് ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി പോലുള്ള ഒരു മേഖലയായതുകൊണ്ട് ഞാനത് വിടുകയാണ്. അപ്പൊ ബംഗാളിൽ എന്ത് സംഭവിച്ചു? ബംഗാൾ എന്ന് പറയുന്നത് നമുക്കറിയാം, തൊട്ടടുത്ത ഒരു രാഷ്ട്രം, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ രാജ്യത്ത് നിന്ന് വിടുതൽ നേടിപ്പോയ ഒരു രാജ്യമാണ് നമുക്കറിയാം. അവിടെ നിന്നുള്ള ആളുകളുടെ കുടിയേറ്റം ഇങ്ങോട്ട് ഉണ്ടാകുന്ന വസ്തുത ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അവരും ബംഗാൾ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ്. ഒരു 5 വർഷത്തിനു മുമ്പ് കേരളത്തിലെ DYFIക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും റോഡ് കൂടെ നടന്ന മുദ്രാവാക്യം കൺസ്ട്രക്ഷൻ രംഗത്ത് മുഴുവൻ കടന്നു കയറിയിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് TM സലീം, MS മുഹമ്മദ്, KMA ഷുക്കൂർ, MM ബഷീർ, DCC പ്രസിഡന്റ് റോയി K പൗലോസ്, മാരിയിൽ കൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. എംപ്ലോയീസ് കോർഡിനേഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ പാർലമെന്റ് മണ്ഡലം സമ്മേളനം തൊടുപുഴയിൽ PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. മറ്റു പല ജില്ലകളിലുള്ളതിനേക്കാൾ വ്യത്യസ്തമായി നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യമുള്ള എല്ലാ സംഘടനകളുമുള്ള സജീവമായി പ്രവർത്തിക്കുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ജില്ലയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുമടക്കം ചെയർമാൻ PS സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. CBJ അടപ്പൂർ, ജോസഫ് വാഴക്കൻ MLA, ജോൺ നെടിയപാല, അഡ്വക്കേറ്റ് S അശോകൻ, KV സിദ്ധാർത്ഥൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, നിയാസ് കൂരാപ്പള്ളി, VM ഫിലിപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വഴിത്തല ശാന്തിഗിരി ആശ്രമ ദേവാലയത്തിന്റെ കൂദാശ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിച്ചു. ഫാദർ ജോൺ ആനിക്കോട്ടിൽ, ജേക്കബ് കളപ്പുരയ്ക്കൽ, ഫാദർ പോൾ പാറേക്കാട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വഴിത്തല ശാന്തിഗിരി കർമ്മലീത്ത ആശ്രമ ദേവാലയത്തിലെ കൂദാശയോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടത്തി. CMI സഭ പ്രിയോർ ജനറൽ ഫാദർ ജോസ് പന്തംപ്ലാം തൊട്ടിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി KM മാണി, മന്ത്രി PJ ജോസഫ്, ഫാദർ സാജൻ ഊന്നുകലയിൽ, PT തോമസ് MP, PC ജോസഫ്, ഫാദർ ജോൺ ആനിക്കോട്ടിൽ, ജോബി മാത്യു പൊന്നാട്ട്, ഫാദർ പോൾ പാറേക്കാട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദേവാലയം ഒരു സ്ഥലത്ത് സ്ഥാപിക്കപ്പെട്ടാൽ ആ ദേവാലയത്തോടനുബന്ധിച്ചാണ് ഭാവി വികസനങ്ങളെല്ലാം. എല്ലാ വികസനങ്ങളെയും ശിലാകേന്ദ്രമായി അതിൻ്റെ പ്രഭവസ്ഥാനമായി പ്രവർത്തന ഒരു ദേവാലയം വന്നാൽ അതിൻ്റെ പ്രഭവസ്ഥാനമായി മാറുകയാണ്. ഇതുപോലെയാണ് ശാന്തഗിരി ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം 50 വർഷമായി
ശാന്തിഗിരി ആശ്രമം ഇവിടെ സ്ഥാപിതമായി. അതാണ് വാസ്തുവിദ്യത്തിൽ പറഞ്ഞാൽ ഇവിടെ ഈ ആശ്രമം സ്ഥാപിതമായതാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പിന്നീട് വന്ന ഡെവലപ്മെന്റ് വികസനത്തിന്റെ മുഴുവൻ പാത വെട്ടിത്തെളിച്ചത് ഈ ശാന്തിഗിരി ആശ്രമമാണ്. ഞാൻ അനുമോദിച്ചുകൊണ്ട് അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിലെ ബാലസഭയും ആരോഗ്യവകുപ്പും സംയുക്തമായി മഴക്കാല രോഗപ്രതിരോധ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അറക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോസഫ് കുന്നേൽ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കേണ്ട ചുമതല നമ്മുടെ കാലം കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ജീവിക്കേണ്ട എന്ന ചിന്തയല്ല വേണ്ടത്. പണ്ടൊക്കെ പ്ലാസ്റ്റിക് എന്ന സാധനം വളരെ അപൂർവമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. കാരണം ഇറച്ചിയോ മീനോ എന്തെങ്കിലും വാങ്ങിയാൽ അത് ഇലയിലാണ് പൊതിയുന്നത്. അപ്പോൾ ആ ഇല നമ്മുടെ പറമ്പിലേക്ക് എവിടെ കളഞ്ഞാലും അത് നശിച്ചു പോകും. അപ്പോൾ ഏത് സാധനം കിട്ടിയാലും ഒരു സ്വിമ്മിംഗ് പൂൾ ഇല്ലെങ്കിൽ നമ്മുടെ ആ സാഹചര്യമുണ്ട്. ഇതിൽ നല്ല നമ്മുടെ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അംഗം പി എ വേലുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഓമന ജോൺസൺ, ബ്രിജിറ്റ് സിറിയക്, ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി ടോമി, ഉണ്ണി, ലിസി ജോസ്, ബിന്ദു സജി, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മിനി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടകനെ പ്രതീക്ഷിച്ച് കുടയത്തൂർ വയനക്കാവ് പാലം. 1980കളിൽ MVP പദ്ധതിയുടെ ഭാഗമായി കുടയത്തൂർ വയനക്കാവിന് മുൻവശത്തെ കരകളെ കൂട്ടിയോജിപ്പിക്കുന്നതിന് ആസൂത്രണം ചെയ്ത പാലമാണ് ഉദ്ഘാടകന് വേണ്ടി കാത്തിരിക്കുന്നത്. പാലം പണി അനിശ്ചിതമായി പതിറ്റാണ്ടുകൾ നീണ്ടപ്പോൾ അനവധി തവണ പത്രത്താളുകളിൽ ഇടം നേടിയിരുന്നു. എന്നാൽ ഏകദേശം ഒരു മാസമായി 3 അടി വീതിയിൽ പണി പൂർത്തിയാക്കി ഇരുകരകളിലുമുള്ള ജനങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞില്ലെങ്കിലും പാലത്തിലൂടെ യാത്ര തുടരുകയാണ്. കുടയത്തൂർ പതിയാരത്ത് KK രാഘവൻ പിള്ള ജാനകിയമ്മ ദമ്പതികൾ 75ാം വിവാഹ വാർഷിക നിറവിൽ. മാവേലിക്കര ചുനക്കര കോട്ടയ്ക്കകത്ത് തെക്കേതിൽ കുഞ്ഞുഞ്ഞു നായരുടെയും നാരായണി അമ്മയുടെയും മകനായ രാഘവൻ പിള്ളയും വഴുവാട് മനയത്ത് ഗോവിന്ദൻ നായരുടെയും പാർവതിയമ്മയുടെയും മകളായ ജാനകിയമ്മയും 1937ലാണ് വിവാഹിതരായത്. ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത KK രാഘവൻ പിള്ള മക്കളും കൊച്ചുമക്കളുമായി വിശ്രമ ജീവിതം നയിക്കുന്നത് കുടയത്തൂരിലാണ്. നാക്കുഴിക്കാട്ട് കുടുംബസംഗമം നെടിയശാലയിൽ നടത്തി. ഫാദർ ഇമ്മാനുവേൽ പീച്ചാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ ഈ സമ്മേളനം ഉച്ചവരെ വെച്ച് ഏതായാലും കുറേ സമയമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അല്പം സമയം കിട്ടും പരസ്പരം ഈ കുടുംബാംഗങ്ങൾ തമ്മിലൊന്ന് കാണാനും ബന്ധപ്പെടാനൊക്കെ. നിങ്ങളെല്ലാം വ്യത്യസ്തമായ സാമ്പത്തിക ചുറ്റുപാടുമുള്ളവരാണ്. അപ്പോൾ വലിയ ആളുകളൊക്കെ ഇച്ചിരി തലക്കാരം കുറച്ചിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളതായ മനോഭാവം നിങ്ങൾ കാണിക്കണം. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഇമ്പമാകുകയുള്ളൂ, ഈ സമ്മേളനത്തിൻ്റെ ഇമ്പമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സമ്മേളനം അതിൻ്റെ വിജയത്തിലേക്ക് ഐക്യത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അപ്പം നിങ്ങൾ എന്നാ ചെയ്യേണ്ടത്? ആദ്യം സാമ്പത്തികമായ സഹായം കൊടുക്കണം, പിന്നീട് സുഖദുഃഖങ്ങൾ. PU ജോൺ നാക്കുഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. PV ജോസ്, ഫാദർ സജി നാക്കുഴിക്കാട്ട്, ഫാദർ ഷൈജു പള്ളാത്തിപ്പറമ്പിൽ, സണ്ണി ചിറക്കൽ, ജോർജ് വാണിയപ്പള്ളിൽ, ഫാദർ ജോഫ്രിൽ നാക്കുഴിക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ പാർത്ഥി ഇന്നർ ഷോപ്പി പ്രവർത്തനം തുടങ്ങി. കൈതപ്പുറം നാരായണൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു. ലേഡീസ് ഇന്നർ വെയറിന് മാത്രമായുള്ള ഷോറൂമാണ് ഇത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തൊടുപുഴയിൽ ജനജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. എംപ്ലോയീസ് കോർഡിനേഷൻ കൗൺസിൽ ഇടുക്കി ജില്ലാ പാർലമെന്റ് സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു.
വഴിത്തല ശാന്തിഗിരി ആശ്രമ ദേവാലയത്തിന്റെ കൂദാശ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിൽ നിർവഹിച്ചു. അറക്കുളം പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ബാലസഭ വൈസ് പ്രസിഡന്റ് ടോമി കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കുടയത്തൂർ വയനക്കാവ് പാലം നിർമ്മാണം പൂർത്തിയായി. കുടയത്തൂർ പതിയാരത്ത് രാഘവൻ ജാനകിയമ്മ ദമ്പതികൾ വിവാഹത്തിന്റെ 75-ാം വാർഷിക നിറവിൽ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.